കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തം കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാകുന്നു. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കിണറിന് മുകളിൽ ചെയ്തിരിക്കുന്ന കോൺക്രീറ്റാണ് ഇളകിയിരിക്കുന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലാണ് കോൺക്രീറ്റ് ഇളകി ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. സ്റ്റാൻഡിന്റെ ആരംഭ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കിണർ മൂടി അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരുന്നു. ഈ കോൺക്രീറ്റിന്റെ ഭാഗങ്ങളാണ് തകർന്നിരിക്കുന്നത്. ഗർത്തം രൂപപ്പെട്ടതോടെ ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ വാഹനങ്ങൾ പതിക്കുമ്പോൾ ആളുകളുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ്. അതിനോടൊപ്പം ഗർത്തത്തിന്റെ ആഴം വലുതായതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാവുകയാണ്. കോൺക്രീറ്റ് കമ്പികൾ വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന ബസ്സുകളിലെ ഉൾപ്പെടെ ടയറുകൾക്ക് കേടുപാടുകൾ പറ്റുന്നതിനും കാരണമാകുന്നുണ്ട്. അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. ആർക്കാണുള്ള അപകടം വരാം. എല്ലാവരും മനുഷ്യർ ഒരുപോലെയാണ്. പക്ഷേ ഏത് മനുഷ്യൻ വന്നു കഴിഞ്ഞാലും അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കടമ ഇവിടുത്തെ മറ്റേ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ്, മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കുള്ളതാണ്. അതിന് വേണ്ട വിധത്തിലുള്ള പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ഇഷ്ടംപോലെ നടന്നു പോവുകയും ബസ്സിൽ കയറി പോവുകയും ചെയ്യുന്നതല്ലേ. ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികൾ 4 മണി കഴിഞ്ഞ് അവിടെ വന്ന് നിൽക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് വണ്ടി റിവേഴ്സ് എടുത്ത് വണ്ടി അങ്ങോട്ട് പോവുകയും ഇതൊക്കെ അപകടങ്ങൾ വളരെ ഒരു ഭീഷണി. എപ്പോഴും ബസ് സ്റ്റാൻഡിൽ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കുഴി കണ്ട വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്ന കാൽനട യാത്രക്കാർക്കടക്കം അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. അടിയന്തരമായി സ്റ്റാൻഡിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തം മൂടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.